ആണെങ്കിൽ ഇതിനകത്ത് ഒരു കിടിലൻ ക്യാമയോ ഉണ്ട്. അത് നാളെ നിങ്ങൾ കണ്ടു തന്നെ അറിയും. ഇന്ന് അതിരടി പടം കാണാൻ പോയേക്കുമായിരുന്നു. കവിതാ തിയേറ്ററിലാണ് പോയത്. പ്രീമിയർ ഷോ ആയിരുന്നു. ഫുൾ ക്രൂ ഉണ്ടായിരുന്നു. അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു. കാരണം കവിതാ തിയേറ്റർ എന്ന് പറയണ്ടല്ലോ, അത്രയും ആൾക്കാർ ഉള്ളൊരു തിയേറ്റർ നമ്മുടെ എനിക്കൊന്ന് കൊച്ചിയിൽ തന്നെയില്ല. കിടിലൻ പടം, ഒരു രക്ഷയില്ല. ബേസിലും ടോവിനും പൊളിച്ചു. ഡിലലും കിടിലനായിട്ടായിരുന്നു ചെയ്തിരുന്നത്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിലിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആള് അതിൻ്റെ എൻജോയ് ചെയ്യാനുള്ള വാക്ക് എന്താണേലും ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കവിതയിലാണ് പോയത്. അപ്പം ഫുൾ ഫാൻസും ഭയങ്കര ബഹളമായിരുന്നു. കിടിലനായിട്ട് എൻജോയ് ചെയ്തു പടം. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 പെർഫോമൻസ് ഉണ്ട്. ഒന്ന് വിനീത് ശ്രീനിവാസൻ്റെയും അതുപോലെ തന്നെ ഷാൻ റഹ്മാൻ്റെ. ഒരു രക്ഷയില്ല, ചിരിപ്പിച്ച് കൊന്നവര്. പിന്നെ നമ്മൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ടോവിനോയ്ക്കാണെങ്കിലും ബേസിലിനാണെങ്കിലും ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പടം എൻഡ് ചെയ്യുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കിടിലൻ പടം. നമുക്കൊന്ന് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് പടത്തിൽ. ഇതിനകത്ത് ഒരു കിടിലൻ ക്യാമയോ ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ. അത് മറക്കണ്ട. അത് ശരിക്കും തിയേറ്ററിൽ അടിച്ചു പൊളിക്കാനുള്ള ഒരു വകുപ്പുള്ള സാധനം. ഇതെൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ എല്ലാവരും നാളെ പോയി പടം കണ്ടോ. ബൈ.